നമസ്കാരം. എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിബി രാജേഷ്. പ്രധാന വാർത്തകൾ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ മാസം ഉണ്ടായിരിക്കും. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഐക്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയം വിതരണം ചെയ്ത കാലമാണ് ഇതെന്ന് റവന്യൂ മന്ത്രി K രാജൻ. വരവൂരിൽ കാട്ടുപന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങൾ മരിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ അജിത് കുമാറിനെതിരെ നഗരസഭാ സെക്രട്ടറി പോലീസിൽ പരാതി നൽകി. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴ കേസിൽ K സുരേന്ദ്രന് ആശ്വാസം. വാർത്തകൾ വിശദമായി. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ മാസം ഉണ്ടായിരിക്കും. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ മാസം ഉണ്ടായിരിക്കും. ചേലക്കര നിയോജക മണ്ഡലത്തിൽ മുൻ MLA UR പ്രദീപായിരിക്കും LDF സ്ഥാനാർത്ഥി. ചേലക്കര MLA ആയിരുന്ന K രാധാകൃഷ്ണനെ പോലെ തന്നെ ഏറെ ലാളിത്യമുള്ള ആളാണ് UR പ്രദീപ്. എന്നാൽ ഇക്കുറി LDFന് കടുത്ത മത്സരം ഇവിടെ നേരിടേണ്ടി വരും. മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് നിലവിൽ ഉണ്ടായിരുന്ന മന്ത്രി ഇല്ലാതായതോടെ ചേലക്കരയിലെ ജനങ്ങൾക്കിടയിൽ അമർഷം നിലനിൽക്കുന്നുണ്ട്. മുസ്ലിം വോട്ടുകൾ കൂടുതൽ ഉള്ള ചേലക്കരയിൽ നിലവിലെ സാഹചര്യത്തിൽ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ CPMന് ദോഷം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ. PV അൻവറിന്റെ പുതിയ പാർട്ടി നിലവിൽ വരുന്നതോടെ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തോടൊപ്പം പോകുമെന്ന് സൂചനയുണ്ട്. UR പ്രദീപ് ഇതിനു മുമ്പും ചേലക്കരയിൽ പൊതുപരിപാടികൾ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ പട്ടികജാതി വർഗ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ കൂടിയാണ് UR പ്രദീപ്. 2016 ചേലക്കരയിൽ നിന്നും വിജയിച്ച UR പ്രദീപ് ഏറെ ജനകീയനാണ്. ഇതിനിടെ കൈവിട്ടുപോയ ചേലക്കര നിയമസഭാ മണ്ഡലത്തെ തിരിച്ചുപിടിക്കാൻ UDF നേരത്തെ തന്നെ ശ്രമം നടത്തി വരികയാണ്. പ്രമുഖരായ നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കാനാണ് UDF ശ്രമം നടക്കുന്നത്. രമ്യ ഹരിദാസ്, KA തുളസി, NK സുധീർ, VP സജീന്ദ്രൻ എന്നിവരിൽ ആരെങ്കിലും ആയിരിക്കും UDFന്റെ സ്ഥാനാർത്ഥികൾ ആവുക എന്നാണ് സൂചന. ആദ്യകാലങ്ങളിൽ കോൺഗ്രസ് കൈയടക്കി വെച്ചിരുന്ന ചേലക്കര നിയോജക മണ്ഡലം K രാധാകൃഷ്ണനെ മുൻനിർത്തിയാണ് തിരിച്ചുപിടിച്ചത്. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇന്ത്യ ഭരിക്കുന്നവരുടെ പോഷക സംഘടനാ നേതാവിനെ ADGP കണ്ടത് മഹാപാപമായി തോന്നുന്നില്ല. പൂരം കലക്കിയതിൽ DGPയുടെ റിപ്പോർട്ട് ADGPക്കെതിരാണ്. മുഖ്യമന്ത്രി ADGPയെ സംരക്ഷിക്കുമെന്ന് തോന്നുന്നില്ല. മുഖ്യമന്ത്രി ADGPക്കെതിരെ നടപടിയെടുക്കുമെന്ന് വിശ്വസിക്കുന്നയാളാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു. അൻവറിന്റെ വിമർശനം നേരത്തെ ഒന്നും കേട്ടില്ല. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന രീതിയിലാണ് അൻവറിന്റെ വിമർശനം. എന്തായാലും അൻവറിന് പിന്നാലെ കൂടാൻ ആളുകളുണ്ട്. മലബാറിൽ അൻവറിന് CPMനെ ഭയപ്പെടുത്താൻ സാധിക്കും. മലബാറിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായ തോൽവി അവർ തന്നെ വിലയിരുത്തട്ടെ. ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് പോയി എന്നത് നേരാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഐക്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയം വിതരണം ചെയ്ത കാലമാണ് ഇതെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ഐക്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്ത കാലമാണെന്ന് ഇതെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. വടക്കാഞ്ചേരിയിൽ സംഘടിപ്പിച്ച തലപ്പള്ളി കുന്നംകുളം താലൂക്ക് തല പട്ടയമേള ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടക്കാഞ്ചേരി, കുന്നംകുളം, ചേലക്കര മണ്ഡലങ്ങളിലായിട്ടുള്ള തലപ്പള്ളി കുന്നംകുളം താലൂക്കിലെ വിവിധ തലങ്ങളിലുള്ള പട്ടയങ്ങൾ ഔപചാരികമായി ഈ ഗവൺമെന്റിന്റെ 3ാം വാർഷികത്തിനോടനുബന്ധിച്ച് നടക്കുന്ന 100 ദിന പരിപാടികളുടെ ഭാഗമായി ഇവിടെ വിതരണം ചെയ്യുകയാണ്. റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്തൊരു കാലമായി 3.5 വർഷക്കാലം പിന്നിട്ടപ്പോൾ കേരളത്തിൽ അടയാളപ്പെടുത്തുകയാണ്. കേരളത്തിൽ സമീപ ഭൂതകാലത്ത് ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ കൊടുത്തു എന്ന ഗവൺമെന്റ് ആ ഖ്യാതി ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ ഗവൺമെന്റാണ്. 5 വർഷക്കാലം കൊണ്ട് 1,75,711 പട്ടയങ്ങൾ വിതരണം ചെയ്യുകയാണ്. എന്നാൽ 3.5 വർഷക്കാലത്തിനിടയിൽ നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ പട്ടയ മിഷനും പട്ടയ അസംബ്ലിയും പട്ടയ ഡാഷ്ബോർഡും എല്ലാമായി കേവലം 3.5 വർഷക്കാലം കൊണ്ട് 1,80,877 പട്ടയങ്ങൾ വിതരണം ചെയ്ത് ഐക്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്തൊരു ഗവൺമെന്റായി ഗവൺമെന്റിന് മാറാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷകരമായിട്ടുള്ള വസ്തുതകളിൽ കേരളത്തിലെ എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ അർഹരായ മുഴുവൻ പേർക്കും ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ പട്ടയം നൽകണമെന്നും ഭൂമിയുടെ അവകാശികളാക്കി മാറ്റണമെന്നും
എല്ലാ ഭൂമിക്കും കൃത്യതയോട് കൂടിയിട്ടുള്ള രേഖ ഉണ്ടാകാനുള്ള ഡിജിറ്റൽ റീസർവേ നടത്തണമെന്നും വില്ലേജുകളിൽ നിന്ന് ആരംഭിച്ച് സെക്രട്ടേറിയറ്റ് വരെ ചങ്ങലബന്ധിതമായിട്ടുള്ള ഈ ഗവേണൻസ് സംവിധാനത്തെ സ്വാർത്ഥകമാക്കി വലിയ അളവിൽ സ്മാർട്ടായി റവന്യൂ വകുപ്പിന്റെ നടപടികളെ കൊണ്ടുപോകണമെന്നും ഏതാണ്ട് 3.5 വർഷക്കാലം മുമ്പ് രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഞങ്ങളുടെ ഗവൺമെന്റ് ജില്ലാതല റവന്യൂ അസംബ്ലികളുടെ ഭാഗമായി ഉരുത്തിരിച്ചെടുത്ത ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. സമീപകാലത്തായി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പട്ടയം വിതരണം ചെയ്യാൻ കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ, MLA AC മൊയ്തീൻ, കലക്ടർ അർജുൻ പാണ്ഡ്യൻ, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നബീസ എന്നിവർ പ്രസംഗിച്ചു. വരവൂരിൽ കാട്ടുപന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങൾ മരിച്ചു. കുണ്ടന്നൂർ സ്വദേശികളായ 60 വയസ്സുള്ള രവീന്ദ്രൻ, 56 വയസ്സുള്ള അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്. പാടത്ത് മീൻ പിടിക്കാൻ പോയപ്പോഴാണ് ഷോക്കേറ്റത്. പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റതാണെന്നാണ് പ്രാഥമിക നിഗമനം. നാട്ടുകാർ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തൊട്ടടുത്ത് കാട്ടുപന്നിയെയും ചത്ത നിലയിൽ കണ്ടെത്തി. സമീപത്തായി വൈദ്യുതി കെണി സ്ഥാപിച്ചതുമായി മുന്നറിയിപ്പ് ബോർഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ അജിത് കുമാറിനെതിരെ നഗരസഭാ സെക്രട്ടറി പോലീസിൽ പരാതി നൽകി. വടക്കാഞ്ചേരി നഗരസഭാ ഓഫീസിൽ ഹെൽത്ത് വിഭാഗത്തിൽ സെക്ഷൻ ക്ലർക്ക് അവധിയിലായിരിക്കുകയും ചുമതലപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഫീൽഡ് പ്രവൃത്തിയിൽ ആയിരിക്കുന്ന സമയത്ത് സെക്രട്ടറിയുടെയോ ചെയർമാന്റെയോ അനുമതി വാങ്ങാതെ ഓഫീസ് സെക്ഷനിൽ അനധികൃതമായി കയറി രേഖകളും ഫയലുകളും പരിശോധിക്കുകയും താറുമാറാക്കുകയും രേഖകൾ എടുത്തുകൊണ്ടു പോവുകയും ചെയ്ത 41-ാം ഡിവിഷൻ കൗൺസിലർ K അജിത് കുമാറിനെതിരെ നഗരസഭാ സെക്രട്ടറി പോലീസിൽ പരാതി നൽകി. കേരള മുനിസിപ്പൽ ആക്ട് സെക്ഷൻ 31C പ്രകാരം ഒരു കൗൺസിലർ ചെയർമാനെ നോട്ടീസ് നൽകിയാൽ രേഖകൾ പരിശോധിക്കാൻ വ്യവസ്ഥയിരിക്കെ ഇതൊന്നും ചെയ്യാതെ അനധികൃതമായി കൗൺസിലർ രേഖകൾ പരിശോധിക്കുകയും എടുത്തുകൊണ്ടുപോവുകയും ചെയ്തത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ K അജിത് കുമാറിനെതിരെ പരാതി ലഭിച്ചതായി വടക്കാഞ്ചേരി പോലീസ് അറിയിച്ചു. സംഭവം പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴ കേസിൽ K സുരേന്ദ്രന് ആശ്വാസം. മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോഴ കേസിൽ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രന് ആശ്വാസം. സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പ്രതികളുടെയും വിടുതൽ ഹർജി കോടതി അംഗീകരിച്ചു. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് നിലനിൽക്കില്ലെന്ന വാദം അംഗീകരിച്ചത്. നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചതിനാൽ K സുരേന്ദ്രൻ ഉൾപ്പെടെ എല്ലാ പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ BSP സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ 2.5 ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു കേസ്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനായിരുന്നു കേസിലെ 1-ാം പ്രതി. BJP ജില്ലാ സെക്രട്ടറി K മണികണ്ഠറെ 2ഉം സുരേഷ് നായിക്ക് 3ഉം പ്രതികളായിരുന്നു. യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക്കായിരുന്നു 4-ാം പ്രതി. BJP മുൻ ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണ ഷെട്ടി, ലോകേഷ് നോണ്ട എന്നിവർ 5ഉം 6ഉം പ്രതികളായിരുന്നു. കേസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു സത്യം ജയിക്കും, സത്യമേവ ജയതേ എന്ന എല്ലാ ഘട്ടങ്ങളിലും ഞാൻ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറഞ്ഞിരുന്നു. വളരെ ആസൂത്രിതമായി കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസാണിത്. ഗൂഢാലോചനയിലൂടെയാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കേസിന് ആസ്പദമായിട്ടുള്ള സുന്ദര കേസ് തന്നെ, അങ്ങനെ ഒരു കേസ് തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് LDFന് വേണ്ടി ഇവിടെ മത്സരിച്ച VV രമേശ് കൊടുത്ത ഒരു കേസാണ്, സുന്ദര കൊടുത്ത ഒരു കേസല്ല. പിന്നീട് സുന്ദരയെ വിളിച്ച് ഈ കേസിന്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു. ന്യൂനപക്ഷത്തെ CPM-ൽ നിന്ന് അകറ്റാനുള്ള ഗൂഢനീക്കം നടക്കുന്നുവെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ന്യൂനപക്ഷത്തെ CPIM-ൽ നിന്ന് അകറ്റാനുള്ള ഗൂഢനീക്കം നടക്കുന്നുവെന്ന LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇതിനെ ചൊറുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദ ഹിന്ദു ദിനപത്രം മാപ്പ് പറഞ്ഞതാണ്. മുഖ്യമന്ത്രിയും കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു. അതിനു മുകളിൽ നിലപാട് സ്വീകരിക്കേണ്ട ആവശ്യമില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. V മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നു കാലത്ത് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നതാണ്. ഒരു വാക്കുപോലും അദ്ദേഹം കേരളത്തിന് അനുകൂലമായി പറഞ്ഞിട്ടില്ല. V മുരളീധരനും BJP നേതൃത്വവും സംസ്ഥാനത്തിന് അർഹിക്കുന്ന സഹായം നൽകണം. ഇടതുപക്ഷ സർക്കാരിനോടുള്ള എതിർപ്പിൽ വയനാട്ടിലെ ജനങ്ങളെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോയെന്നും TP രാമകൃഷ്ണൻ ചോദിച്ചു. ADGP MR അജിത് കുമാറുമായുള്ള ബന്ധപ്പെട്ട വിഷയം റിപ്പോർട്ടായി സർക്കാരിന് മുന്നിൽ വരട്ടെയെന്നും അതിനുശേഷം മറുപടി പറയാമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു.
NCPയിലെ മന്ത്രിമാറ്റ വിഷയം LDFന് മുന്നിൽ വന്നിട്ടില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. വിഷയം LDFന് മുന്നിൽ വരുമ്പോൾ അതേക്കുറിച്ച് ആലോചിക്കാം. അവരുടെ പാർട്ടിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. മന്ത്രിമാരെ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. മനുഷ്യത്വത്തിന്റെ ഗാഥകൾ എഴുതിയ വിശ്വകഥാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് എഴുത്തുകാരനായ ഡോക്ടർ NR ഗ്രാമപ്രകാശ്. മനുഷ്യത്വത്തിന്റെ ഗാഥകൾ എഴുതിയ വിശ്വകഥാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് എഴുത്തുകാരനായ ഡോക്ടർ NR ഗ്രാമപ്രകാശ് അഭിപ്രായപ്പെട്ടു. നവോത്ഥാന ഗന്ധം ഉൾക്കൊണ്ട് വളർന്ന ബഷീർ ഒരു സമുദായത്തിന്റെയോ മതത്തിന്റെയോ കഥയല്ല, മനുഷ്യരുടെ കഥയാണ് എഴുതിയത്. അവരെല്ലാം നവോത്ഥാനത്തിന്റെ പ്രതീകങ്ങളായിരുന്നു. വെളിച്ചത്തിന് എന്തു വെളിച്ചം എന്ന് പറയാൻ അത്തരം കഥാപാത്രങ്ങൾക്ക് കഴിയൂവെന്ന് അദ്ദേഹം തുടർന്നു പറഞ്ഞു. ഇരിങ്ങാലക്കുട ഗേൾസ് സ്കൂളിൽ ബഷീറിന്റെ നോവൽ ബാല്യകാല സഖിയുടെ 80ാം വാർഷികാചരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളത്തിലെ നവോത്ഥാന കഥകരിൽ കരൂർ നീലകണ്ഠപിള്ളയും SK പുറ്റേക്കാടും P കേശവദേവും ഒക്കെ അടങ്ങുന്ന ആ കൂട്ടത്തിൽ ഏറ്റവും തലയെടുപ്പോട് കൂടി നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറാണ്. അദ്ദേഹം എഴുതിയത് മുസ്ലിം സമുദായത്തിലെ കഥകളാണെങ്കിലും അത് ആ സമുദായത്തിന്റെ കഥകളല്ലേ യഥാർത്ഥം. മാറിക്കൊണ്ടിരിക്കുന്ന കേരളീയ സമൂഹത്തിന്റെ കഥകളാണ്. കേരളത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ കഥകളാണ് വൈക്കം മുഹമ്മദ് ബഷീർ നമുക്ക് വേണ്ടി എഴുതിയത്. അതേ കേരളത്തിന്റെ മാത്രം എഴുത്തുകാരനല്ല, ഇന്ത്യക്കാരുടെ മാത്രം എഴുത്തുകാരനല്ല, ലോകത്തിന്റെ മുഴുവൻ ആരാധനയായിട്ടുള്ള എഴുത്തുകാരൻ. BRC ഡയറക്ടർ KR സത്യപാലൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷഹൻഷാ PR ബഷീർ പ്രഭാഷണം നിർവഹിച്ചു. ഖാദർ പട്ടേപ്പാടം ആശംസകൾ അർപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് നടത്തിയ ക്വിസ് മത്സരം ഡോക്ടർ ബീന KR നയിച്ചു. വൈഗ CV ക്ലാസ് 7 1ാം സമ്മാനവും, ഐദ MA ക്ലാസ് 8 2ാം സമ്മാനവും, ജുവലിൻ മരിയ ക്ലാസ് 7 3ാം സമ്മാനവും നേടി. ഖാദർ പട്ടേപ്പാടം സമ്മാനദാനം നിർവഹിച്ചു. ഇടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി? അമ്മി മോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, വാട്ട് എ സർപ്രൈസ്. ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്കൊരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, Oryx Builders. Oryx, the builders of trustworthy home spaces. Oryx Builders Private Limited, adorning lives. തിരികെ വാർത്തകളിലേക്ക്. അർജുന്റെ കുടുംബം നൽകിയ പരാതിയിന്മേൽ രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്നും മനാഫിനെ ഒഴിവാക്കി. തിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബം നൽകിയ പരാതിയിന്മേൽ രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്നും ലോറി ഡ്രൈവർ മനാഫിനെ ഒഴിവാക്കി. മനാഫിന്റെ യൂട്യൂബ് ചാനൽ പരിശോധിച്ചപ്പോൾ അപകീർത്തിപ്പെടുത്തുന്നതൊന്നും കണ്ടെത്താൻ കഴിയാത്തതിനാലാണ് നടപടി. മനാഫിനെ സാക്ഷിയാക്കും. മനാഫിനെതിരെ കേസെടുക്കണം എന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നില്ല. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി മനാഫിന്റെ പേര് ഉൾപ്പെടുത്തുകയായിരുന്നു. അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പരാതിയിലാണ് ചേവായൂർ പോലീസ് കേസെടുത്തത്. കുടുംബത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമമെന്ന വകുപ്പ് ചുമത്തിയാണ് കേസ്. കുടുംബത്തിനെതിരെ വലിയ സൈബർ ആക്രമണമാണ് നടന്നത്. ഇതിനെതിരെയാണ് പരാതി. സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം. സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം. നടക്കാവ് കൊട്ടാരം റോഡിലെ സിതാരയിൽ നിന്നും 26 പവൻ സ്വർണമാണ് മോഷണം പോയത്. MTയും ഭാര്യയും വീട്ടിലില്ലാത്ത സമയത്താണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. കഴിഞ്ഞ മാസം 22നും 30നും ഇടയിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി അലമാര പരിശോധിച്ചപ്പോഴാണ് മോഷണം നടന്നെന്ന് അറിയുന്നത്. തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയോടെ നടക്കാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മോഷ്ടാക്കൾ അലമാര കുത്തി തുറന്നിട്ടില്ലായിരുന്നു. അലമാരയുടെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് തുറന്നാണ് സ്വർണം മോഷ്ടിച്ചിരിക്കുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. തെലുങ്ക് സിനിമ ചിത്രീകരണത്തിനിടെ കാട്ടിലേക്ക് ഓടിയ പുതുപ്പള്ളി സാധു എന്ന നാട്ടാനയെ കണ്ടെത്തി. തെലുങ്ക് സിനിമ ചിത്രീകരണത്തിനിടെ കാട്ടിലേക്ക് ഓടിയ പുതുപ്പള്ളി സാധു എന്ന നാട്ടാനയെ കണ്ടെത്തി. വനാതിർത്തിയിൽ നിന്നും 200 മീറ്റർ അകലെയുള്ള പഴയ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ആനയെ കണ്ടെത്തിയത്.
ആന ആരോഗ്യവാനാണ്. ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. കോതമംഗലം ഭൂതത്താൻകെട്ടിന് സമീപം തെലുങ്ക് സൂപ്പർ താരം വിജയ് ദേവരകൊണ്ട നായക വേഷത്തിൽ അഭിനയിക്കുന്ന സിനിമയുടെ ചിത്രീകരണത്തിന് കൊണ്ടുവന്ന ആനയാണ് വെള്ളിയാഴ്ച വൈകിട്ട് കാട്ടിലേക്ക് ഓടിയത്. 5 ആനകളെയാണ് ഷൂട്ടിങ്ങിന് കൊണ്ടുവന്നത്. ഇതിൽ 2 ആനകൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ചേപ്പലക്കോട് തൂമാനം റോഡ് നവീകരിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പരിവേഷ് പോർട്ടിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് വനം വകുപ്പ്. തലപ്പള്ളി താലൂക്കിലെ ചേപ്പലക്കോട് തൂമാനം റോഡ് നവീകരിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പരിവേഷ് പോർട്ടിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ താലൂക്ക് വികസന സമിതിയിൽ അറിയിച്ചു. വനം വകുപ്പിന്റെ കീഴിലുള്ള ഭൂമിയിലൂടെ വഴിയൊരുക്കാൻ അനുമതി ആവശ്യപ്പെട്ട് നഗരസഭ കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് ഇക്കാര്യം താലൂക്ക് സഭയെ അറിയിച്ചത്. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ മുടങ്ങിക്കിടക്കുന്ന പോസ്റ്റ്മോർട്ടം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യം ഉയർന്നു. തൃശൂർ ജില്ലയുടെ അതിർത്തിയായ തിരുവല്ലോമല മുതലുള്ള ജനങ്ങൾ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മെഡിക്കൽ കോളേജിലേക്ക് വരേണ്ട അവസ്ഥ നിലനിൽക്കുന്നതായി NCP പ്രതിനിധി മനോജ് കടമ്പാട്ട് സഭയിൽ ഉന്നയിച്ചു. നടപടിയെടുക്കാൻ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യാമെന്ന് അധികൃതർ അറിയിച്ചു. CPI പ്രതിനിധി MR സോമനാരായണൻ അധ്യക്ഷത വഹിച്ചു. തലപ്പള്ളി തഹസിൽദാർ കിഷോർ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ M സുനിൽകുമാർ, CR ജോയ്, വിവിധ വകുപ്പ് മേധാവികൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. RSSുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തിയ ഒരാൾ ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ലെന്ന് ബിനോയ് വിശ്വം. RSSുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തിയ ഒരാൾ ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ലെന്ന ADGP വിവാദത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇക്കാര്യത്തിൽ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വാക്കുകളെ മാനിക്കാൻ CPIക്ക് രാഷ്ട്രീയ കടമയുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ LDF സർക്കാർ കൃത്യമായി നിലപാടെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രകാശ് ബാബു വിവാദത്തിൽ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളെ അറിയില്ലേ എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുചോദ്യം. പാർട്ടി കമ്മിറ്റികളിൽ ചർച്ച വേണം. ഏത് പാർട്ടി സഖാവിനും ഘടകത്തിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. CPIയിൽ ഒരാൾക്ക് മാത്രമേ മിണ്ടാനാകൂ എന്നതല്ല സ്ഥിതി. ഉൾപാർട്ടി ജനാധിപത്യം പൂർണ്ണമായി പാലിക്കുന്ന പാർട്ടിയാണ് CPI. പാർട്ടിയെ അറിയാത്ത ഏതെങ്കിലും ദുർബല മനസ്കർക്ക് വേണ്ടിയാണ് വാർത്തകൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ പരിപൂർണമായ സംഘടനാ ഐക്യവും രാഷ്ട്രീയവും ഉണ്ട്. ചർച്ച ചെയ്ത് കൂട്ടായ തീരുമാനങ്ങളിലൂടെയാണ് സംഘടന കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് രാഷ്ട്രീയ ഐക്യം 100%ആണെന്നും അദ്ദേഹം പറഞ്ഞു. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയേക്കും. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേക്കും. തൃശൂർ പൂരം നടത്തിപ്പിൽ വീഴ്ചയുണ്ടായെന്ന DGPയുടെ കണ്ടെത്തലിലാണ് നടപടി. ADGP MR അജിത് കുമാറിന് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പൂരം ദിവസം അദ്ദേഹം തൃശൂരിൽ ഉണ്ടായിരുന്നു. പക്ഷേ പുലർച്ചെ 3:30 മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മൂകാംബികയിലേക്ക് പോകുകയാണ് ചെയ്തത്. മൂകാംബിക സന്ദർശനം നേരത്തെ നിശ്ചയിച്ചിരുന്നതാണെന്നാണ് ADGP നൽകുന്ന വിശദീകരണം. എന്നാൽ ADGP തൃശൂരിലുള്ള സാഹചര്യത്തിൽ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നില്ലെന്നാണ് DGP പറയുന്നത്. 3 ദിവസം മുൻപ് ഉന്നതതല യോഗം ചേർന്ന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് തീരുമാനം എടുത്തിരുന്നെന്നും അതിൽ ADGP പങ്കെടുത്തിരുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പ്രശ്നബാധിത മേഖലയിൽ നിന്ന് പ്രശ്നം ഉണ്ടായപ്പോൾ മാറി നിന്നു എന്ന നിലയിലാണ് DGPയുടെ റിപ്പോർട്ട്. വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഡോക്ടറേറ്റ് നേടിയ കലാമണ്ഡലം അശ്വതിയെ പൽപ്പു ഫൗണ്ടേഷൻ ആദരിച്ചു. കേരള കലാമണ്ഡലത്തിൽ നിന്നും മോഹിനിയാട്ടത്തിന്റെ രംഗപാഠം സാധ്യതകളും എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ കലാമണ്ഡലം അശ്വതിയെ പൽപ്പു ഫൗണ്ടേഷൻ ആദരിച്ചു. ഒരു പ്രചോദനമാണല്ലോ എല്ലാവർക്കും. ഞാൻ ഈ കലേനെയൊക്കെ നമ്മൾ ഒരുപാട് ആസ്വദിക്കും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. കലാകാരനല്ലെങ്കിലും കലേനെ ആസ്വദിക്കും. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയൊരു സ്നേഹോപഹാരമുണ്ട്. പൽപ്പു ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഋഷി പൽപ്പു ഉപഹാരം സമ്മാനിച്ചു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ മോഹിനിയാട്ട വിഭാഗം ലെക്ചററാണ് കലാമണ്ഡലം അശ്വതി. നൃത്ത സംഗീത കലാകാരനും അധ്യാപകനുമായ ഉദയശങ്കർ ലാലാണ് ഭർത്താവ്. മോഹിനിയാട്ടത്തിൻ്റെ രംഗപാഠം സാധ്യതയും സമീപനവും എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ചതിന് ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ നൽകിയ ഈ ആദരത്തിന് നന്ദി. പ്രധാന വാർത്തകൾ വീണ്ടും.
നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ മാസം ഉണ്ടായിരിക്കും. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഐക്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയം വിതരണം ചെയ്ത കാലമാണ് ഇതെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. വരവൂരിൽ കാട്ടുപന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങൾ മരിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ അജിത് കുമാറിനെതിരെ നഗരസഭാ സെക്രട്ടറി പോലീസിൽ പരാതി നൽകി. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴ കേസിൽ K. സുരേന്ദ്രന് ആശ്വാസം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.